മക്കളെ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ പിങ്കി മോളെ കാര്യം ഫ്രാൻസിസ് അളിയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങളൊക്കെ അളിയൻ നോക്കിക്കോളാം. പുള്ളിക്കാരടുത്ത് മാത്രം പറഞ്ഞ പോരെ അമ്മാവാ, നമുക്കൊരു പൂജാരിയെ വിളിച്ച് ഇവിടെ നല്ലൊരു പൂജ ചെയ്യണം. അവിടെ ബാധ ഇവിടെ തന്നെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുവാ. ആ അമ്മാവാ, പിങ്കിയുടെ ആത്മാവിനെ അവള് വീണ്ടും കണ്ടെന്ന്. അവളെ കുറെ ഓടിച്ചിട്ട് ഉപദ്രവിക്കാൻ നോക്കി നിൽക്ക്. ആണോ മക്കളെ? അമ്മാവാ, അങ്ങനെയാണെങ്കിൽ സാധാരണപ്പെട്ട ഒരാളെ കണ്ടാ പോരോ, ഇത്തിരി നല്ല ആളിനെ തന്നെ കാണണം. നോക്കാം, നമുക്ക് തമ്മിൽ പിടിച്ചെടുക്കാം. അല്ല, ബിനി പോലീസിന്റെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നു, പുള്ളി വന്നാ അവിടെ? അയ്യോ വന്നിട്ടുണ്ട്. അമ്മാവ് മറ്റേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തില്ലേ, അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ആണോ? എന്നിട്ട് എവിടെ? മോളിട്ട് പോയി പിങ്കിയെ പിടിക്കാനായിട്ട്. പിങ്കിയെ പിടിക്കാൻ? പിങ്കിയുടെ പ്രേതത്തിനെ പിടിക്കാനായിട്ട്. എനിക്കിതൊന്നും ഒരു വിശ്വാസമില്ല. പണ്ടുള്ള ഓരോ അന്ധവിശ്വാസങ്ങൾ. എന്തു പറ്റി സാറേ? മോളിൽ ശരിക്കും പെണ്ണുണ്ടല്ലേ? കണ്ടോ, ഇപ്പൊ നിങ്ങക്ക് വിശ്വാസമായല്ലോ. ഞാൻ പറയുമ്പോ നിങ്ങക്ക് വിശ്വാസമില്ലായിരുന്നു. കണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും തന്ത്രിയെ വിളിച്ചിട്ട് എന്തോന്നു വെച്ചാൽ ചെയ്യും. ഇത് എന്റെ കയ്യിൽ നിൽക്കൂല, കൈവിട്ട കളിയാണ്. എനിക്ക് ഉയിലാണ് വലുത്. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മാവാ? ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് പ്രേമ എന്തുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാം. നമ്മളെ ചോര കുടിക്കരുത്. ചോര കുടിക്കാൻ ഞാനൊന്ന് ഗോസ്റ്റോ? എന്റെ പൊണ്ണങ്കിളെ, ഞാൻ സൂയിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ മോൾ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത്? അത് ഞാൻ ഈ അവന്തിയെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ഇവളെന്നെ കുറെ വിഷമിപ്പിച്ചു. അപ്പൊ ഇവള് ടെൻഷൻ അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചെയ്തതാ. ഇനി എന്നോട് കളിക്കാൻ വരരുത്. അല്ല മോളെ, അപ്പൊ നമ്മളെയൊക്കെ ഫോണിൽ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞ് വിളിച്ചതായിരിക്കും. അത് വോയിസ് ചേഞ്ചർ മാറ്റി ഞാൻ തന്നെ വിളിച്ചത്. എന്തായാലും ഈ ഗെയിം ഇവിടെ തീർന്നു.